ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ നാളെ പാരീസിലേക്ക് പോവാണ്. നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ പാരീസിലോട്ട്. അപ്പോൾ നമുക്ക് നാളെ പോയി അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം നമുക്ക് ടൈമില്ല. നമുക്ക് സെപ്റ്റംബർ 1 ക്ലാസ് തുടങ്ങും. അപ്പോൾ നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിനു വേണ്ടി നാളെ പാരീസിലോട്ട് പോവാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാം. നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. നമുക്ക് നാളെ 5:47 ട്രെയിനല്ല, നമുക്ക് ഇവിടെ നിന്ന് ബസ്, അത് കഴിഞ്ഞിട്ട് 2 സ്റ്റോപ്പുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ട്രെയിൻ. നമുക്ക് ടിക്കറ്റ് കിട്ടി. ഗുഡ് മോർണിംഗ്. സമയം 4:08. നമുക്ക് 5:56 ബസ്. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ചാൽ വന്നാൽ നമുക്കൊന്നും നേരം കിട്ടിയില്ല വീഡിയോ എടുക്കാനൊന്നും. അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി. നമ്മുടെ ബസ് ബാക്കിലുണ്ട്. അപ്പോൾ 5:26 ബസ് എടുക്കുക. ഷുവർ ലേറ്റ് ഒന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ ഡ്രൈവർ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കൊണ്ട് ഇറക്കിയത്. നല്ല തണുവിൻ്റെ നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി. ഇവിടെ ബസ് നിർത്തിയതും ജസ്റ്റ് ഇങ്ങോട്ട് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്ക് പാരീസിലേക്ക് 1 hour കറക്റ്റ് ഉള്ളത്. ചിലപ്പോൾ നേരത്തെ എത്താം, ചിലപ്പോൾ വൈകിട്ടാം. നേരത്തായിരിക്കും. അങ്ങനെയാണ് കാര്യം. നമ്മളപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇവിടെ ഓഫീസ് ടൈമൊക്കെ 9:30, ഏജൻസീസൊക്കെ 9:30, 10 ഒക്കെ ആകുമ്പോൾ ഓപ്പൺ ആവുള്ളൂ. പിന്നെ യൂണിവേഴ്സിറ്റി അതെ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കോഫിയൊക്കെ കുടിക്കാം. കാരണം രാവിലെ തന്നെ എണീറ്റ് വന്നുകൊണ്ട് ഭയങ്കര എന്താ പോലെ. നമുക്ക് കോഫി കുടിക്കാം. ഓക്കെ, നമുക്ക് മെട്രോ കാർഡ് എടുത്തിട്ട് നമുക്ക് പുറത്ത് പോവാം. ഇവിടെ ഒരു നാവിഗോ കാർഡ് ഉണ്ട്. നമ്മൾ 12 euro കൊടുത്ത് റീചാർജ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. നമുക്ക് അകത്തധികം വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളധികം വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ യൂണിവേഴ്സിറ്റി പോയി, പിന്നെ 2 ഏജൻസിയിലൊക്കെ പോയി വീടിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ സംസാരിച്ചു. പിന്നെ വേറെ കുറേ ഏജൻസീസൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു അസോസിയേഷൻ പോലെ കുറേ ഗെയിംസിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഷട്ടിൽ കളിച്ച് കുറച്ച് നേരം. ഇതെന്താ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ യൂറോപ്പിലൊക്കെ ചൂടാണല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് കൊള്ളുമ്പോൾ ആൾക്കാർക്കൊരു സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് ഒരു സംഭവമാണ്. അതായത് വെള്ളമാണ്, പക്ഷെ അത് സ്പ്രേ പോലെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കധികം വെള്ളം ഫിൽ ചെയ്യില്ല, പക്ഷെ നല്ല തണുപ്പുണ്ടാവും. നല്ല സെറ്റപ്പാണ്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് മെട്രോ സ്റ്റേഷനിലാണ്. നമ്മളൊരു വേറൊരു ഏജൻസിയിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് ഏജൻസി വീടും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ മെട്രോ വെയിറ്റ് ചെയ്ത് നിൽക്കാം. വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തൊരു കോഫി കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ഹാഫ് വേ ട്രെയിൻ എടുത്ത് പിന്നെ ബസ് എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഒരു 15 to 20 minutes ആയി. നമ്മൾ വേഗം പോയി ഫ്രഷായി ഫുഡ് കഴിച്ച് കിടക്കണം. കാരണം ഇന്ന് നേരത്തെ എണീറ്റ് ആകെ ട്രാവൽ നമുക്ക് ചെയ്ത് വയ്യാണ്ടിരിക്കുകയാണ്. നമ്മൾ പോയ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. ഇവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ കുറച്ച് ടൈം എടുക്കും, കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.